കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏതോ ഒരമ്മ വന്ന് വിനോദ ദേവിക്ക് വ്രതം ഇരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാകുമെന്ന് ഭവാനിയോട് പറഞ്ഞു. എന്ന നാഗമാതാവ് സൂര്യോദയം കഴിഞ്ഞ ഉടനെ അർജുനെ വന്ന് കൊല്ലുമെന്ന് ശപഥം എടുത്തിരിക്കുകയാണ്. ഭവാനി ചെയ്യുന്ന പൂജ ഫലിക്കോ അതോ നാഗമാതാവ് ശപഥം നിറവേറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് തന്നെ സഹായിക്കണേ മഹാദേവ. മുത്തശ്ശി, ഭവാനിയെ മംഗളസ്നാനം ചെയ്യിച്ച് പൂജയിലിരുത്തണം. സ്നാനത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. വരൂ മുത്തശ്ശി. ओम महालक्ष्मी देवताभ्यो नमः। ओम विनता देव्यै नमः। हरि ओम गणानान्त्वा गणपतिं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोतिभिः सीदसादनम्। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। महासरस्वती ഇവർക്കെല്ലാവർക്കും എന്ത് പ്രാന്തായോ? ഇവരിങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരുന്ന നാഗദേവത വന്ന് അർജുനെ കൊല്ലാതിരിക്കുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഈ പൂജ തീരുന്നതിന് മുമ്പ് തന്നെ നാഗദേവത വന്ന് അർജുനെ കൊന്ന് അവരുടെ പ്രതികാരം തീർക്കും. ദമ്പതികളെ അവിടെ ഇരുത്തുമേ. രണ്ടുപേരും അമ്മയോട് കൈകൂപ്പി പ്രാർത്ഥിക്കുക.
വിനതാദേവിയുടെ പൂജ എന്ന് പറയുന്നതേ ഒരുപാട് പ്രാധാന്യമുള്ളതാ. ആര് ഭയഭക്തിയോടെ ഈ പൂജ ചെയ്താലും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ സമ്പൂർണമായി നിറവേറ്റും. അമ്മയിൽ അഭയം പ്രാപിച്ചവർ വിനിതാദേവിയുടെ സ്വന്തം മക്കളാണ്. രണ്ടുപേരും പുഷ്പം സമർപ്പിച്ച് തൊഴുക. ഈ പൂജാരി പറയുന്ന കേട്ടിട്ട് ഇത് ഭയങ്കര വിശിഷ്ടമായ പൂജയാണെന്നാണ് തോന്നുന്നത്. ഇനി ഭഗവതി എങ്ങാനും പ്രസാദിച്ചിട്ട് അർജുൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമോ ദൈവമേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പൂജ മുടക്കി കളയണം. അതിനിപ്പോ എന്താണൊരു വഴി? എന്താ ഈ പൂജ എങ്ങനെ മുടക്കാന്ന് ആലോചിക്കുകയാണോ? ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നെന്ന് നീ കാണും. അതിലുള്ള നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. हरि ओम हे स्वामिनाथ करुणाकर दीनबंधो श्री पार्वती समुख पंकज पद्मबंधो श्री सादि देवगण पूजित पाद पद्म वल्ली सनातोदेह करावलंबो देवादि देवगणाधिनाथ. എന്താ കേക്കുന്നേ? ഞാനത് എന്താ കേക്കുന്നത്? ഇതുവരെ എന്നെ പൂജ ചെയ്തിരുന്ന ഭവാനി ഇപ്പൊ നാഗഗണത്തിന്റെ തന്നെ ശത്രുവായ വിനതാദേവിക്ക് പൂജ നടത്തുകയാണെന്നാ തോന്നുന്നത്. എന്നിൽ നിന്ന് നിന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ ശത്രുവിനോട് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഈ പൂജ ഒരിക്കലും പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പൂജ ഒരിക്കലും പൂർത്തിയാക്കാന്ന് നീ വിചാരിക്കണ്ട. നിന്റെ ഭർത്താവ് അർജുനെ ഞാൻ ഉറപ്പായും കൊന്നിരിക്കും. ഞാൻ വരുന്നു. നീ ഒരുങ്ങിയിരുന്നു ഭവാനി. അമ്മ നാഗമാതാവേ, ഞാൻ അമ്മയോട് എത്ര പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞ് ക്ഷമാപണം നടത്തിയിട്ടും അവിടുത്തെ മനസ്സലിയുന്നില്ലല്ലോ. എന്റെ ഭർത്താവ് ചെയ്ത തെറ്റ് പുറത്ത് അവനോട് കരുണ കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ മന്ത്രച്ചരട് കെട്ടാതെ വേറെ വഴിയില്ലമ്മേ. അവർ ചെയ്യുന്ന പൂജയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ എന്റെ ഭക്തയായ ഭവാനി എന്നെ തന്നെ മന്ത്രച്ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുക. ഗുരുദേവ,
എന്റെ ഭക്തിയായ ഭവാനി എന്നെ മന്ത്രച്ചരടുകൊണ്ട് ബന്ധിച്ചിരിക്കുക. ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാതെ എന്റെ പ്രഭുവിനെ എനിക്ക് രക്ഷിക്കാനാവില്ല. എനിക്ക് പുറത്തു പോകാനായി അങ്ങനെ സഹായിച്ചേ മതിയാകൂ. ഭവാനി ബന്ധിച്ച ബന്ധനത്തിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ എന്റെ ശക്തി കൊണ്ടാവുന്നില്ല ഗുരുദേവ. അവിടെ നടക്കുന്ന ഭവാനിയുടെ പൂജ പൂർത്തിയായാൽ പിന്നെ എന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. എന്റെ കൈവിട്ടു പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു പോകാൻ എങ്ങനെയെങ്കിലും അങ്ങനെ സഹായിക്കണം. നീ നിന്റെ പരിശ്രമം തുടർന്നോളൂ നാഗദേവതേ. നന്ദി ഗുരുദേവ. നിത്യവും വണങ്ങിയിരുന്ന എന്നെ നീ ബന്ധനസ്ഥയാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം കൂടി ഞാൻ വൈകിക്കില്ല. നിന്റെ ഭർത്താവ് അർജുനെ കണ്ട മാത്രയിൽ തന്നെ കുത്തി ഞാൻ കൊന്നിരിക്കും. പുഷ്പം സമർപ്പിച്ച് രണ്ടുപേരും ദേവിയെ കൈതൊഴുക. ഓം ഹരി ഓം ഹേ സ്വാമിനാഥകരുണാകരതീരബന്ധോ ശ്രീസാദി ദേവഗണപൂജിതപാദപദ്മ വന്ദേ സനാതനോപദേഹകരാവലംബം ദേവാദിദേവഗണാധിനാഥ ദേവേന്ദ്രമണ്ഡലപുരപുരമണ്ഡലപാദ ദേവർഷാർദ്ധം വന്ദേ സനാതനോപദേഹകരാവലംബം നിരതാഖിലലോകഹാരി തസ്മാത് പ്രധാനപരിപൂരഭക്തകാമ സ്വരൂപ വന്ദേ സനാതനോപദേഹകരാവലംബം കൗച്ചാസുരേന്ദ്ര പരികണ്ഠന ശക്തിശൂല ഭാഷാദിവസ്ത്ര പരിമണ്ഡിത ദിവ്യപാണി. കുട്ടി, ഈ പൂജ പര്യവസാനിച്ചു കഴിഞ്ഞു. ഇനി ദീപം കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഇനി മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആ അമ്മയോട് പറയുക. ഈ വിനിതാദേവി നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഇനി രണ്ടുപേരും ആരതൊഴിയും. ഹരി ഓം ആ ദേവി സർവഭൂതേഷു ഐഗിരിനന്ദിനി നന്ദിതമോദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരവിന്ധ്യശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി വിഷ്ണുനുതേ ഭഗവതി ഹേഷിതി കണ്ഠകുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. പരിമള ശോഭിത മംഗള ഹരി ഓം ആപദാഭക്ത സുരവരവർഷിണി ദുർധരദർശിണി ദുർമുഖവർഷിണി ഹർഷരതേ ത്രിഭുവനപോഷിണി ശങ്കരദോഷിണി കൽമഷമോചനി ഘോരരതേ ധനുജനിരോഷിണി ദുർമദശോഷിണി ദുഃഖനിവാരിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അമ്മേ, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പൂജ ചെയ്യുന്നത്. നീ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്നിൽ ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുക എന്നത് എന്റെ ധർമ്മമാണ്. അമ്മേ,
നിന്റെ പ്രശ്നം എന്താണെന്ന് പറയ്. ഉറപ്പായിട്ടും അതിന് ഞാൻ പരിഹാരം കണ്ടെത്താം. ഞാൻ പൂജിച്ച നാഗമാതാവ് തന്നെ എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്റെ ഭർത്താവിനെ കൊല്ലാതെ വിടില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. നാളെ സൂര്യോദയം കഴിഞ്ഞ ഉടനെ ഞാൻ ഇവന്റെ ജീവൻ എടുത്തിരിക്കും. പൂജ ചെയ്ത ദേവത തന്നെ പക പോക്കാൻ നോക്കുന്നത് ന്യായമാണോ അമ്മ? അമ്മ തന്നെ പറയേ. നമ്മൾ ഇനി ആരുണ്ട് രക്ഷിക്കാൻ? എന്റെ അർജുനെ രക്ഷിക്കൂ അമ്മ. ദയവ് ചെയ്ത് എനിക്ക് നല്ലൊരു ജീവിതം താമ. അമ്മയല്ലാതെ ഈ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് തുണയ്ക്ക് ആരുമില്ല അമ്മ. എന്റെ താലി നീ തന്നെ സംരക്ഷിക്കണം അമ്മ. എന്റെ ഭർത്താവിനെ നീ രക്ഷിക്കമ്മ. നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തുണ. പ്രശ്നപരിഹാരത്തിനായി നീ എനിക്ക് പൂജ ചെയ്തുവെങ്കിൽ ഉറപ്പായും എന്റെ അനുഗ്രഹം നിനക്കുണ്ടാവും. ഭയപ്പെടേണ്ട. ഇതാ ഈ ഏലസ് എടുക്കൂ. ഇത് നിന്റെ ജീവൻ രക്ഷിക്കണം. ഈ ഏലസ് നിന്റെ ഭർത്താവിനെ ധരിപ്പിക്കും. ഇത് കൂടെ ഉള്ളിടത്തോളം കാലം നാഗവംശത്തിൽപ്പെട്ട ആർക്കും തന്നെ നിന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യാനാവില്ല. ഒരുപാട് സന്തോഷം അമ്മ. എന്റെ ഭർത്താവിനോട് കരുണ കാണിച്ച് ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി അമ്മ. 1000 നന്ദി അമ്മ. അതാണ് സർവശക്തി നാഗരക്ഷാ യന്ത്രം. കൊടിയ വിഷമുള്ള ഉഗ്രസർപ്പങ്ങളായാലും മനുഷ്യർ പൂജ ചെയ്യുന്ന നാഗമായാലും ശരി, ഈ 2 വംശത്തിലും നിന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യാനാവില്ല.